ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. മെയ് 7 വ്യായാമമുറയ്ക്കെതിരെ സുന്നി ജമാഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരിക്കുന്നത് ഇസ്ലാമിക് ഹറാമാണെന്നിരിക്കെ ലോകത്തിന് നാശം വരുത്തിവെക്കുന്ന പ്രവൃത്തികളാണ് മെയ് 7 വ്യായാമമുറകളിലൂടെ ചെയ്യുന്നതെന്ന് കാന്തപുരം വിമർശിച്ചു. ഈ കാര്യം പറയുമ്പോൾ വ്യായാമം വേണ്ട എന്ന ചോദ്യം തിരിച്ചു ചോദിച്ച് നമ്മളൊന്നും ലോകം തിരിച്ചറിയാത്തവരാണെന്ന് പറഞ്ഞ് ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയല്ലാതെ സത്യം ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു വിഭാഗം ആളുകളുണ്ടെന്നും കാന്തപുരം പറഞ്ഞു. മെയ് 7 കാന്തപുരത്തിന്റെ നിലപാടിനെതിരെ റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ രംഗത്തെത്തിയിരുന്നു. വ്യായാമം എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച് എല്ലാ കുഗ്രാമങ്ങളിലും ടൗണുകളിലും അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല സദസ്സുകളും സംബന്ധിച്ചും അന്വേഷിച്ചു നോക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് മാത്രമല്ല, സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ നോക്കലും കാണലും ഹറാമാണെന്ന ധാരണ ഇല്ലാതാക്കി നാശങ്ങളും നഷ്ടങ്ങളും വരുത്തുന്ന പ്രവണതകൾ കേൾക്കുന്നത് ദീനിൽ നിന്നും ആളുകളെ ഒഴിവാക്കുകയാണ്. ഹറാം ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. വ്യായാമം വേണ്ട എന്ന ചോദ്യം ചോദിച്ച് നമ്മൾക്കൊന്നും ലോകം തിരിച്ചറിയാത്തവരാണെന്ന് പറഞ്ഞ് ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയല്ലാതെ സത്യം ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു വിഭാഗം ആളുകൾ എന്നതായിരുന്നു കാന്തപുരത്തിന്റെ പ്രതികരണം. പണ്ടുകാലത്ത് സ്ത്രീകൾ പുരുഷന്മാരെ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും ആവശ്യത്തിന് മാത്രമാണെന്നും നിബന്ധനകളോടെ ഇത് ചെയ്യാവൂ എന്ന് ഇസ്ലാമിന്റെ നിർദ്ദേശം സ്ത്രീകൾ അനുസരിക്കുകയായിരുന്നു ചെയ്തത്. ആ മറ എടുത്തു കളഞ്ഞ് വ്യായാമത്തിന് വേണ്ടി ചെറുപ്പക്കാരായ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു നിരോധനവും ഇല്ല എന്ന് പഠിപ്പിച്ച് വമ്പിച്ച നാശം ലോകത്ത് ഉണ്ടാക്കുമെന്നാണ് കേൾവി. ഞാൻ കാണാൻ പോയിട്ടില്ല, കേൾക്കുന്നതൊന്നും ശരിയല്ലെന്ന് മറുപടി പറയും. ചെറുപ്പക്കാരെ തിരിച്ചുവിടുന്ന വഴിയാണിത്, കാന്തപുരം വിമർശിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.